ഏകദേശം 36 കിലോമീറ്റർ ഉൾക്കാട്ടിലൂടെയുള്ള യാത്ര, അതാണ് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലുള്ള ഈ ഒരു ജീപ്പ് സഫാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കാടിനെ അറിയാൻ, കാടിനെ അനുഭവിക്കാൻ, വന്യമൃഗങ്ങളെ കാണാൻ, അതുപോലെ വിവിധതരം സസ്യങ്ങൾ, ജന്തുക്കൾ ഇതൊക്കെ കാണാനും അനുഭവിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ വ്യൂ കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ഫോറസ്റ്റ് ക്യാമ്പിങ്ങിന്റെ വിശേഷങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാക്കേജാണ് ഈ ജീപ്പ് സഫാരി. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ ഇപ്പോൾ ഒരു അടിപൊളി ജീപ്പ് സഫാരി തുടങ്ങിയിട്ടുണ്ട്. കാട്ടിനുള്ളിലൂടെയുള്ള അതിവിപുലമായ ഒരു യാത്ര. ഇത്രയും ദീർഘമായ ഒരു യാത്ര കേരളത്തിൽ മറ്റൊരു സഫാരിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ അവിടെ നിന്നൊക്കെ വലത്തോട്ട് തിരിഞ്ഞ് ആ പാലം കഴിഞ്ഞ് കല്ലാല എസ്റ്റേറ്റ് കാണാം. ഈ കല്ലാല എസ്റ്റേറ്റിൽ കയറി കഴിഞ്ഞാൽ 9th ബ്ലോക്കിലാണ് ഈ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ട്രക്കിംഗ് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ജീപ്പ് സഫാരിയാണ് ഈ കാട്ടിനുള്ളിലേക്ക് കാലത്തുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നമ്മളിവിടെ അവിടെ സ്റ്റേഷനിലെത്തി. ജീപ്പ് ഇവിടെ റെഡിയാണ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ റെഡിയാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. കല്ലാല എസ്റ്റേറ്റിലൂടെയാണ് കുറച്ച് ദൂരം പോകുന്നത്. പിന്നീടാണ് കാട്ടിലോട്ട് കയറുക. എസ്റ്റേറ്റിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് മ്ലാവുകളാണ്. വളരെ ദൂരത്തായിരുന്നു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാമറയിലോ ഒന്നും അത് അത്ര രസകരമായിട്ട് കിട്ടിയില്ല. പിന്നീട് നമ്മൾ കാട്ടിലേക്ക് കടന്ന കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കറിയാം, ആതിരപ്പള്ളി മഴക്കാടുകളാണ്. അപ്പോൾ ഈ മഴക്കാടുകളുടെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെ. കേരളത്തിൽ മറ്റൊരു കാട്ടിലും നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുമ്പോഴോ കിട്ടാത്ത ഒരു സൗന്ദര്യം, ഒരു ഭംഗി ഈ ആതിരപ്പള്ളി കാടുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാട്ടിലേക്ക് കടന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു കാട്ടുപോത്താണ്. കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ അതിഭീകരനായ ഒരു കാട്ടുപോത്ത്. നല്ലൊരു കാഴ്ചയായിരുന്നു. കുറച്ച് വിട്ടിട്ടായിരുന്നു, കുറച്ച് ദൂരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലും നമ്മുടെ ക്യാമറയിലും കിട്ടി, നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണ്. കണ്ടോ, ഈ നിൽക്കുന്ന സംഭവമാണ് അതിഭീകരനായ ഒരു സംഭവം. കൂട്ടത്തിലുള്ളവരൊക്കെ തൊട്ട് പുറകിൽ കാണാം. കാരണം ഒറ്റയ്ക്ക് ഇവർ നടക്കുന്നത് വളരെ അപൂർവമാണ്. കൂട്ടത്തോടെയാണ് കൂടുതൽ നമ്മൾ ഇത്തരം കാട്ടുപോത്തുകളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ട് പിന്നിൽ ഉണ്ടായിരിക്കാം ഇതിൻ്റെ കൂടെയുള്ളവരൊക്കെ. പക്ഷേ ഇതൊരു കാഴ്ചയായിരുന്നു. കാട്ടുപോത്തിനെ കണ്ട് ജസ്റ്റ് മുന്നിലോട്ട് നീങ്ങുമ്പോൾ തന്നെ ഒരു കാട്ടുകോഴി നമ്മളെ കുറുകെ ചാടി അങ്ങ് ക്രോസ് ചെയ്ത് പോയി. കാട്ടുകോഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടുകോഴിയെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോഴി. അപ്പോൾ ഒരു കാട്ടുകോഴിയെ കണ്ടു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ ഈ കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ തിക്കാണ്. അതായത് അടിക്കാടുകൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഈ വേനലിലും നല്ല പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട്. നല്ലൊരു കാടിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വന്യതയൊക്കെ സമ്മാനിച്ചൊരു യാത്രയാണ് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിലുള്ള ഈ ഒരു ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ജീപ്പ് സഫാരിയുടെ പ്രധാന ഉദ്ദേശം. അല്ലാണ്ട് ഇതിൽ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഈ ഒരു ട്രക്കിങ്ങിന് വരണ്ട. കാടറിയാം, കാടിൻ്റെ ഒരു പൾസ് അറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ അപൂർവമായ ചില സസ്യങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, പറ്റിയാൽ ഒരുപാട് മൃഗങ്ങളെ ഒക്കെ കാണാമെന്നുള്ളതാണ് ഈ ഒരു ജീപ്പ് സഫാരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസാണ്. അപ്പോൾ നമ്മളൊക്കെ വാട്ടർഫാൾസിൽ ആതിരപ്പള്ളി പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ അപ്പുറം നിന്ന് വെള്ളം വീഴുന്നത്, വെള്ളച്ചാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യാത്രയിൽ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഉത്ഭവസ്ഥാനത്ത് വെള്ളം ചാടുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. അതും മാത്രമല്ല, അതിൻ്റെ തൊട്ട് താഴെ ആ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്തും നമുക്ക് എത്താൻ കഴിയും. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണെന്നുള്ളതാണ് നമ്മൾ കേട്ടറിഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇല പൊഴിച്ച ഒരുപാട് മരങ്ങളാണ്. അതൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതിലൊരു കോഴി വേഴാമ്പൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കോഴി വേഴാമ്പലിനെ നമ്മൾ കണ്ടു. പക്ഷേ ക്യാമറയ്ക്ക് എടുത്ത് വന്നപ്പോഴേക്കും വേഴാമ്പലിൻ്റെ പണി നോക്കിപ്പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങി. ഇതാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. ആ യാത്ര ഭയങ്കര രസകരമായിട്ടൊരു യാത്രയായിരുന്നു. 30-35 മീറ്ററോളം താഴത്തേക്ക് ഇറങ്ങണം. കുത്തനെയുള്ളൊരു ഇറക്കമാണ്, അതിങ്ങനെ സ്ലൈഡാണ്. അപ്പോൾ അതിലൂടെ ഇറങ്ങി നമ്മൾ നേരെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്തി. ഇവിടെയാണ് അതിഗംഭീരമായ ഈ യാത്രയിലെ ഒരു അനുഭവം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം നമ്മൾ വളരെ ദൂരെ നിന്നാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ വെള്ളച്ചാട്ടത്തെ വളരെ അടുത്ത് നിന്ന് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ചാലക്കുടി പുഴയുടെ ആ ഒരു അതിമനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, വലിയൊരു പാറ, ആ പാറയ്ക്കൊരു ഇടുക്കുണ്ട്. ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് ട്രൈബൽസ് ഒക്കെ വന്ന് മീൻ പിടിക്കാറുണ്ട്, ആ മീനിനെ ചുട്ട് തിന്നാറുണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്, ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്. എന്തായാലും അവിടെ ഒരു അടുപ്പ് കൂട്ടിയതിൻ്റെയൊക്കെ ഒരു ലക്ഷണം നമ്മളവിടെ കണ്ടു ആ പാറക്കെട്ടിനിടയിൽ. നമുക്കറിയാം, രാവൺ എന്ന് പറഞ്ഞ സിനിമയിൽ വിക്രം, ഐശ്വര്യ റായി ഒക്കെ ഇരിക്കുന്ന ഈ ഒരു പ്രദേശം നമ്മുടെ മനസ്സിലുണ്ടാവും ആ സിനിമ കണ്ടവർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അതിമനോഹരമായിട്ടൊരു വ്യൂ, ആ വെള്ളം വന്ന് ചാടുന്ന വ്യൂ, ഇതിന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. കാരണം നമ്മളൊക്കെ അപ്പുറത്ത് നിന്ന് വളരെ ദൂരെ നിന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളത്. അതിന് ഏറ്റവും അടുത്ത് കാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഈ ഒരു സഫാരി നമുക്ക് സമ്മാനിക്കുന്നത്.
അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ വശത്താണ് എത്തുക. അതായത് വെള്ളം വന്ന് ചാടുന്ന സ്ഥലം. മുകളിൽ നിന്ന് ആ വെള്ളം വന്നൊരു ഗുഹയിലോട്ട്, ഒരു കുഴിയിലോട്ടാണ് ചാടുന്നത്. അതിലൂടെ പിന്നെ പുറത്തേക്ക് വരുന്നത്. അതാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു കാഴ്ച അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് കാണാം ദൂരെ ആളുകൾ ടിക്കറ്റൊക്കെ എടുത്ത് വെള്ളച്ചാട്ടം കാണാൻ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. അത് നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പുറത്ത് ആളുകൾ നിറയെ നിൽക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെ പണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ നമുക്ക് അപ്പുറത്ത് എത്തിയാൽ എങ്ങനെ എന്തായിരിക്കും അവിടുത്തെ ഫീൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു സഫാരി ഫോറസ്റ്റിൻ്റെ കീഴിൽ ഉണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷേ ആ ഒരു കാഴ്ച നമുക്ക് നൽകുന്ന ഒരു സഫാരി ആയിരുന്നു ഇത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് മറ്റൊരു കൗതുകം തോന്നിയത്, കൗതുകമല്ല, ഈ ട്രൈബൽസ്, ആദിവാസികളൊക്കെ അവരുടെ ഓരോ ദൈവങ്ങൾ, ഓരോ കാട്ടിലും ഓരോ മലയിലും അവർ പൂജിക്കുന്ന, ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടാവും. അതുപോലെ ഒരു ദൈവത്തെ നമ്മൾ ഇവിടെ ഒരു പാറയിടുക്കിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അയ്യപ്പനാണെന്ന് തോന്നി. അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം പോലെയാണ് നമുക്ക് ആ ഒരു ഒറ്റ കാഴ്ചയിൽ തോന്നിയത്. ഒരു പാറയിടയ്ക്കിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നാണ് കാണുന്നത്. അതായത് മലയെ പൂജിക്കുന്ന അല്ലെങ്കിൽ കാടിനെ പൂജിക്കുന്ന ആദിവാസികൾ അവരുടെ ഒരു ദൈവമായിട്ട് കണക്കാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതും ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് നേരെ കുറേ ദൂരെയുള്ള ക്യാമ്പ് ഷെഡിലോട്ടാണ്. ഇവിടെ കാടിനുള്ളിലൊക്കെ ഫോറസ്റ്റിൻ്റെ ഒരുപാട് ക്യാമ്പ് ഷെഡുകളുണ്ട്. അവിടെയാണ് ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പെട്രോളിങ്ങിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ കാടുകളിലൂടെയൊക്കെ പോകുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സിനൊക്കെ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പ് ഷെഡ്. അത് കാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉൾക്കാടുകളിലാണ് ഇത്തരം ക്യാമ്പ് ഷെഡ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ക്യാമ്പ് ഷെഡിലേക്കാണ് പിന്നെ നമ്മൾ പോയത്. അവിടെ നമുക്കൊരു ലഘു ഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല നാടൻ കപ്പയും കാന്താരി ചമ്മന്തിയും ഏലക്കായ കെട്ട നല്ലൊരു കട്ടൻ ചായ. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ക്യാമ്പ് ഷെഡിൻ്റെ ചുറ്റും ട്രഞ്ച് ഒക്കെ കാണാം നമുക്ക്, വന്യമൃഗങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെയൊക്കെ ആനയുടെ വിഹാര കേന്ദ്രമാണ്, ഒരു സംശയമില്ല. കാരണം അത്ര ഈറ്റയുണ്ട്, വഴിയിലും നിറയെ ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ട്, വേഴാമ്പലിൻ്റെ ശബ്ദം ചുറ്റും കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മല മുഴക്കി വേഴാമ്പലിനെ നമ്മുടെ ഈ ക്യാമ്പ് ഷെഡിൻ്റെ തൊട്ട് മുകളിലുള്ള വലിയൊരു മരത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാഴ്ചയിൽ എന്തായാലും പിടി തരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഷെഡിൽ കുറച്ച് നേരം വിശ്രമിച്ചു. അവിടെ നിന്ന് ജീപ്പിൽ വീണ്ടും മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് വന്ന വഴിയല്ല, വേറൊരു വഴിയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലാണ് ആനപ്പിണ്ടകൾ നിറയെ കിടക്കുന്നത് കണ്ടതും അവിടെ ഒരു ആനയുടെ സ്മെല്ലും നന്നായിട്ട് കണ്ടു. അപ്പോൾ നമുക്കൊരു സംശയം, ഇവിടെ എവിടെ ആന നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്ന് നിരീക്ഷിച്ചപ്പോൾ നമുക്ക് ആനയുടെ വാലാടുന്നത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ തൊട്ട് മുന്നിലായിട്ട് ഒരു പിടിയാനയെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ യാത്രയിൽ. പിടിയാന എന്ന് പറയുമ്പോൾ നമ്മൾ ആനകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കൂട്ടത്തോടെ കണ്ടിട്ടുണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്ന ആനകളെ കണ്ടു. പക്ഷേ ഇങ്ങനെ കാണുന്ന, അതായത് ഉൾക്കാട്ടിൽ ചതുപ്പിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു പിടിയാനയുടെ കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കുറേ നേരം നമ്മൾ ആനയെ നോക്കി നിന്നു. പക്ഷേ ആനയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ആന പെട്ടെന്ന് തന്നെ തുമ്പിക്കൈയൊക്കെ പൊക്കി ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി, ഇവിടെ ആരോ നിൽക്കുന്നുണ്ട് എന്ന് ആനയ്ക്ക് മനസ്സിലായി. ആന നേരെ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിലാണ്, നല്ല രസകരമായിട്ടുള്ളൊരു വഴി. അങ്ങനെ നമ്മൾ വന്നു. അങ്ങനെ അവിടെ ഒരു ഏറുമാടത്തിന് മുന്നിലെത്തി. ഈ ഏറുമാടം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് വാച്ചർമാർ പകലൊക്കെ കാവൽ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏറുമാടം. അതിന് മുകളിലോട്ട് നമ്മൾ കയറി. നല്ലൊരു കാഴ്ചയാണ്, അതിൻ്റെ മുകളിൽ നിന്നൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, കാടിൻ്റെ നല്ലൊരു കാഴ്ച കാണാം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ആ ഏറുമാടത്തിൻ്റെ അവിടെയൊക്കെ ചിലവഴിച്ച് നമ്മൾ പിന്നെ നേരെ ചാലക്കുടി പുഴയിലോട്ടൊന്നിറങ്ങി. അധികം ആഴമില്ലാത്ത ഒരു സ്ഥലം. അതായത് ഇവർ തന്നെ കാണിച്ചു വന്നു, ഫോറസ്റ്റ് തന്നെ കാണിച്ചു വന്നു ഇവിടെ. കാരണം നമ്മൾ ഈ യാത്രയിൽ മുഴുവൻ പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടി. തലയും മുഖവും ഷർട്ടൊക്കെ ആകെ എന്താ പറയുക ചുവന്ന കളറായിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രയും പൊടി വാറുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ വേനൽക്കാലമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ആ ചാലക്കുടി പുഴയിൽ ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ കഴുകി ഒന്ന് ആ വെള്ളത്തിൽ, ആ തണുത്ത വെള്ളത്തിലൊന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ എത്തിയത്. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 10-38 കിലോമീറ്ററോളം നമ്മൾ കാടിനുള്ളിലൂടെ മാത്രം സഞ്ചരിച്ചു. അപ്പോൾ എന്തായാലും കാടിനെ ഇഷ്ടപ്പെടുന്നവർ, കാട്ടിലെ മൃഗങ്ങളെ കാണാം എന്ന് മാത്രം ആഗ്രഹിക്കാതെ അവിടുത്തെ ഒരു ജന്തു സസ്യ വൈവിധ്യങ്ങളൊക്കെ അനുഭവിക്കാൻ അറിയുന്നവർ, കാടിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു യാത്രയാണ് നമ്മുടെ ഈ ആതിരപ്പള്ളി ജീപ്പ് സഫാരി. അപ്പോൾ ഇതിന് ചാർജ് വരുന്ന ഒരു ജീപ്പിന് 10,000 രൂപയാണ് വരുന്നത്. ഒരു ജീപ്പിൽ 6 പേർക്ക് വരെ പോവാം. പക്ഷേ 4 പേരാണ് കംഫർട്ട്. 6 പേർക്ക് വരെ പോകാമെന്നാണ് അവർ പറയുന്നത്. 10,000 രൂപയാണ് ഒരു ജീപ്പിന് വാടക വരുന്നത്. വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഇവിടുത്തെ ആതിരപ്പള്ളി സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഷിബു സാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നമ്മൾ വാഴച്ചാൽ ഡിവിഷൻ്റെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് നമ്മളിപ്പോൾ ഈ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് ഒരു എക്കോ ടൂറിസം പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വാഴച്ചാലിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് നമ്മുടെ റോഡിനോട് ചേർന്ന് ഒരു സൈഡിൽ, അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വ്യൂ ആണ് അവർക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലെ വ്യൂ മാത്രമാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു മറുസൈഡുണ്ട്. മറുസൈഡ് എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും.
അപ്പോൾ ആ സൈഡിൽ അത് തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭംഗി ഒന്ന് കാണാനുള്ള ഒരു അവസരം, അതുകൂടാതെ കാടിനെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വനം വകുപ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് ജംഗിൾ സഫാരി. അത് അടുത്ത നമ്മുടെ പറമ്പിക്കുളം പോലുള്ള വയനാട് പോലുള്ള വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ജംഗിൾ സഫാരി നടത്തുന്നുള്ളൂ വാഹനത്തിൽ. അപ്പോൾ അതുപോലെ ഒരു മാതൃകയിൽ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഇവിടുന്ന് ആതിരപ്പള്ളി സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആതിരപ്പള്ളി സ്റ്റേഷനിൽ നമ്മൾ രാവിലെ 2 ട്രിപ്പും ഉച്ച കഴിഞ്ഞ് 2 ട്രിപ്പുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് സമയം കിട്ടും. ആ ദിവസം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഒരു സൈഡിലേക്ക് 17 കിലോമീറ്റർ നമ്മൾ ഉൾക്കാട്ടിലേക്ക് പോകും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള പലതരം പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അടുത്തറിയാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, വാച്ചറുണ്ടാവും. അപ്പോൾ പൂർണ്ണമായ സുരക്ഷിതത്തോടുകൂടി കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. ഈ പോകുന്നതിനിടയ്ക്ക് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മറുകരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ടാവും. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ ട്രക്കിംഗ് അറേഞ്ച് ചെയ്തു. ട്രക്കിംഗ് തുടങ്ങുന്നത് നമ്മൾ അവിടെ ഒരു നാടുകാണി മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. പാൻഡോണ് 10 കിലോമീറ്ററോളം വരും. ഒരു ഹാർഡ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്യാം. നമ്മൾ ഇതിൽ വാഴച്ചാൽ ഡിവിഷനിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ പുഴ കടത്തി അക്കരെ ചങ്ങാടത്തിൽ പുഴ കടത്തി അക്കരെ കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് മലമുകളിലേക്ക് ട്രക്ക് ചെയ്ത് തിരിച്ചു വരുന്ന രീതിക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ 2 പാക്കേജുകൾ കൂടാതെ നമ്മളുടെ ഒരു ക്യാമ്പ് ഷെഡുണ്ട് ഉള്ളിൽ. ആതിരപ്പള്ളി നൈറ്റ് സ്റ്റേ ഉണ്ട്. അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അത് തുടങ്ങിയിട്ടില്ല. അവിടെ നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നതിന് 10,000 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ രാത്രിയിൽ എങ്ങനെയാണ് കാടിൻ്റെ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് അവിടെ സ്റ്റേ ചെയ്താൽ മനസ്സിലാവും. നിങ്ങളുടെ വാച്ചർമാരുണ്ടാവും, ഫുഡുണ്ടാവും. ഇങ്ങനെയുള്ള പാക്കേജുകളാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് കാടിനെ പറ്റി അറിയാനുള്ള അവസരമായിരിക്കും. അപ്പം പരമാവധി പ്രയോജനപ്പെടുത്താൻ